നോഹ എന്ന വാക്കിൻ്റെ അർത്ഥം വിശ്രമം എന്നാണ്. ആദാമിൽ നിന്ന് 10ാം തലമുറക്കാരനും ലാമേക്കിൻ്റെ പുത്രനുമാണ്. ഉൽപ്പത്തി 5-ാം അധ്യായം 28-29 വാക്യങ്ങൾ. 500 വയസ്സായ ശേഷം നോഹ ശേം, ഹാം, യാഫേത്ത് എന്ന 3 പുത്രന്മാരെ ജനിപ്പിച്ചു. 5-32, 6-10. ദുഷ്ടതയുടെ ആധിക്യ നിമിത്തം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ യഹോവ അനുതപിച്ചു. ഈ കാലത്താണ് ദൈവപുത്രന്മാർ മനുഷ്യപുത്രന്മാരെ ഭാര്യമാരായി എടുത്തത്. മനുഷ്യന്റെ അതിക്രമം കൊണ്ട് ഭൂമി നിറഞ്ഞ കാരണത്താൽ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കുമെന്ന് യഹോവ അരുളിച്ചെയ്തു. ഉൽപ്പത്തി 6-ാം അധ്യായം 13-ാം വാക്യം. എന്നാൽ 120 വർഷത്തെ പരിശോധനാ കാലം യഹോവ നൽകി. ഈ കാലം മുഴുവൻ മനുഷ്യനെ ദൈവത്തിലേക്ക് മടക്കി വരുത്തുന്നതിന് നോഹെ ശ്രമിച്ചു. 6-ാം അധ്യായം 1 മുതൽ 9 വരെ. 1 പത്രോസ് 3-ാം അധ്യായം 20, 2 പത്രോസ് 2-ാം അധ്യായം 5-ാം വാക്യം. യഹോവയുടെ കൽപ്പനയനുസരിച്ച് നോഹ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കി. അതിന് 300 മുഴം നീളവും 50 മുഴം വീതിയും 30 മുഴം ഉയരവും ഉണ്ടായിരുന്നു. നോഹയും ഭാര്യയും 3 പുത്രന്മാരും അവരുടെ ഭാര്യമാരുമായി 8 പേർ പെട്ടകത്തിൽ പ്രവേശിച്ചു. അപ്പോൾ നോഹയ്ക്ക് 600 വയസ്സ് പ്രായമുണ്ടായിരുന്നു. സകല ജീവികളിൽ നിന്നും ആണും പെണ്ണുമായി 2 വീതവും ശുദ്ധിയുള്ളവയിൽ നിന്ന് 7 വീതവും പെട്ടകത്തിൽ കടന്നു. യഹോവ പെട്ടകത്തിന്റെ വാതിലടച്ചു. നോഹയുടെ ആയുസിന്റെ 600-ാം വർഷം 2-ാം മാസം 17-ാം തീയതി ജലപ്രളയം ആരംഭിച്ചു. 40 ദിവസം മഴ ഇടവിടാതെ പെയ്തു. 150 ദിവസം വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു. ഭൂമി വെള്ളത്താൽ മൂടി. 7-ാം മാസം 17-ാം തീയതി ആരാരാത്ത് പർവ്വതത്തിൽ പെട്ടകമുറച്ചു. 40 ദിവസത്തിനു ശേഷം ഒരു മലങ്കാക്കയെയും 7 ദിവസം ഇടവിട്ട് പ്രാവിനെയും പുറത്തുവിട്ട് ജലപ്രളയത്തിന്റെ സ്ഥിതി മനസ്സിലാക്കി. 601-ാം വർഷം 1-ാം മാസം 1-ാം തീയതി വെള്ളം വറ്റിയിരുന്നു. നോഹയും കുടുംബവും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങി. ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും പറവകളിൽ നിന്നും ചിലതെടുത്ത് യാഗം കഴിച്ചു. നോഹയുടെ യാഗം സൗരഭ്യവാസനയായി കൈക്കൊണ്ട് ഇനി ഒരിക്കലും ഭൂമിയെ ജലപ്രളയം കൊണ്ട് നശിപ്പിക്കുകയില്ല എന്ന് യഹോവ വാഗ്ദത്തം ചെയ്തു. ഭൂമിയുള്ള കാലത്തോളം ഋതുഭേദങ്ങൾക്ക് മാറ്റം വരികയില്ലെന്ന് യഹോവ അരുളി ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 20 മുതൽ 22 വരെ. യഹോവ നോഹയെയും പുത്രന്മാരെയും അനുഗ്രഹിച്ചു. രക്തം കൂടാതെ മാംസം ഭക്ഷിക്കുവാൻ അനുവാദം നൽകി. നോഹയോടും പുത്രന്മാരോടും യഹോവ നിയമം ചെയ്തു. അതിൻ്റെ അടയാളമായി തൻ്റെ വില്ല് മേഘത്തിൽ വെച്ചു. ഉൽപ്പത്തി 9:1 മുതൽ 17 വരെ. ജലപ്രളയത്തിന് ശേഷം നോഹ ഭൂമിയിൽ കൃഷി ചെയ്തു. നോഹ വീഞ്ഞു കുടിച്ച് മത്തനായി വിവസ്ത്രനായി കൂടാരത്തിൽ കിടന്നു. പിതാവിൻ്റെ നഗ്നത കണ്ടിട്ട് നഗ്നത മറയ്ക്കാൻ ശ്രമിക്കാതെ ഹാം വിവരം മറ്റു സഹോദരന്മാരെ അറിയിച്ചു. ശേമും യാഫേത്തും പിതാവിൻ്റെ നഗ്നത കാണാതെ വണ്ണം വന്ന് അവൻ്റെ നഗ്നത മറച്ചു. നോഹ കനാനെ ശപിക്കുകയും മറ്റു പുത്രന്മാരെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഉൽപ്പത്തി 9:20 മുതൽ 27 വരെ. ജലപ്രളയത്തിനു ശേഷം നോഹ 350 വർഷം ജീവിച്ചിരുന്നു. അവൻ്റെ ആയുഷ്കാലം 950 വർഷമായിരുന്നു. ഉൽപ്പത്തി 9:28-29. നീതിമാനായ നോഹ തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനായിരുന്നു. അവൻ ദൈവത്തോടു കൂടെ നടന്നു. പുതിയ നിയമത്തിൽ നോഹയെ നീതിപ്രസംഗി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. 2 പത്രോസ് 2-ാം അധ്യായം 5-ാം വാക്യം. നോഹയുടെ വിശ്വാസത്തെ എബ്രായ ലേഖനത്തിൽ പ്രശംസിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായം 7-ാം വാക്യം. തൻ്റെ പുനരാഗമനത്തിൻ്റെ അടയാളമായി നോഹയുടെ കാലത്തിൻ്റെ ആവർത്തനം നമ്മുടെ കർത്താവ് സൂചിപ്പിച്ചു. മത്തായി 24:37 മുതൽ 39 വരെ. ജലപ്രളയത്തിന് ശേഷമുള്ള സകല മനുഷ്യരും നോഹയുടെ സന്തതികളാണ്. പ്രളയത്തിനു ശേഷം നോഹയുടെ 3 പുത്രന്മാരിൽ നിന്നുണ്ടായ 70 ജാതികളാണ് ഭൂമിയിൽ നിറഞ്ഞത്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 32 വരെ.